നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നിരവധി പ്രവാസി കുടുംബങ്ങൾ താമസിക്കുന്ന ഗൾഫ് രാഷ്ട്രമാണ് കുവൈറ്റ്. രാജ്യം ഇപ്പോൾ ഉപഭോക്താക്കളെ മഹാരോഗികളാക്കുന്ന തരത്തിലുള്ള വസ്തുക്കൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. നിത്യേന ആളുകൾ ഉപയോഗിക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളാണ് ഇത്തരത്തിൽ നിരോധിച്ചിരിക്കുന്നത്. ലിലിയൽ എന്നറിയപ്പെടുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്നതും വിൽക്കുന്നതും വാങ്ങുന്നതും നിരോധിച്ചുകൊണ്ട് കുവൈറ്റ് വാണിജ്യ വ്യവസായ മന്ത്രി മസൻ അൽ നഹദ് ഉത്തരവിറക്കി. സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ഉപയോഗിക്കുന്ന ബ്യൂട്ടിൽ ഫെനൈൽ, മെഥിൽ പ്രൊപ്പിയോണൽ തുടങ്ങിയ ഘടകങ്ങൾ ക്യാൻസറിന് കാരണമാകുമെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നിരോധനം ഏർപ്പെടുത്തിയതെന്ന് അധികൃതർ വ്യക്തമാക്കി. നിലവിൽ പ്രാദേശിക വിപണിയിൽ ലഭ്യമായ സാധനങ്ങളുടെ സുരക്ഷ പരിശോധിക്കാൻ സൂപ്പർവിഷൻ ടീമുകളെ അയക്കുമെന്ന് അധികൃതർ പറഞ്ഞു. അതോടൊപ്പം മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും ഇവ പിൻവലിക്കുമെന്നും അധികൃതർ അറിയിച്ചു. കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങളിലും അലക്കുപൊടികളിലും സുഗന്ധദ്രവ്യമായി സാധാരണയായി ഉപയോഗിക്കുന്ന രാസ സംയുക്തമാണ് ലിലിയൽ. നേരത്തെ സമാനമായ സാഹചര്യത്തിൽ യൂറോപ്യൻ കെമിക്കൽസ് ഏജൻസിയും ഈ വസ്തുക്കൾ നിരോധിച്ചതായി വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. ക്യാൻസറിനും പ്രത്യുൽപാദനത്തിനും ഹാനികരമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് യൂറോപ്യൻ യൂണിയൻ വിലക്ക് ഏർപ്പെടുത്തിയത്. അതേസമയം സർക്കാർ ആശുപത്രികളിലെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രവാസികളുടെ പ്രസവവുമായി ബന്ധപ്പെട്ട ഫീസുകൾ വർദ്ധിപ്പിക്കും. പ്രസവ ചികിത്സയുമായി ബന്ധപ്പെട്ട ചാർജുകൾ 50 മുതൽ 75% വരെ വർദ്ധിപ്പിക്കാനാണ് തീരുമാനമെന്ന് കുവൈറ്റ് ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ മന്ത്രാലയ വൃത്തങ്ങൾ പറഞ്ഞു. കുവൈത്തിലെ മെറ്റേണിറ്റി ഹോസ്പിറ്റലിൽ അനുഭവപ്പെടുന്ന തിരക്ക് കുറയ്ക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് നടപടിയെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം കൈക്കൊണ്ട് 3 വർഷത്തിന് ശേഷമാണ് മന്ത്രാലയം ഇത് നടപ്പിലാക്കാനുള്ള നടപടികളുമായി രംഗത്തെത്തിയിരിക്കുന്നതെന്ന് മെഡിക്കൽ വൃത്തങ്ങൾ വെളിപ്പെടുത്തി. അടുത്ത വർഷത്തോടെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ എത്താനാവുമെന്ന പ്രതീക്ഷയിലാണ് മന്ത്രാലയ അധികൃതർ. നിലവിൽ ആരോഗ്യ ഇൻഷുറൻസ് സംവിധാനത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുവൈറ്റ് പൗരന്മാർ അല്ലാത്ത രോഗികളിൽ നിന്ന് സാധാരണ പ്രസവത്തിന് 100 ദിനാറും സിസേറിയൻ ഡെലിവറിക്ക് 150 ദിനാറുമാണ് ഫീസായി ഈടാക്കുന്നത്. പ്രസവ ഫീസിന് പുറമെ അൾട്രാസൗണ്ട് പരിശോധനകൾ, ലബോറട്ടറി പരിശോധനകൾ, മരുന്നുകൾ എന്നിവയ്ക്കുള്ള ഫീസുകൾ പ്രത്യേകമായി ഈടാക്കണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട പുതിയ ശുപാർശയിലെ നിർദ്ദേശം. അതോടൊപ്പം സ്വകാര്യ മുറിയുടെ വാടക ഇരട്ടിയാക്കാനും നിർദ്ദേശമുണ്ടെന്ന് മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ ആശുപത്രികളിൽ പ്രതിവർഷം 20,000-ലേറെ വിദേശികൾ പ്രസവത്തിനായി എത്തുന്നുണ്ടെന്നാണ് കണക്കുകൾ. അതേസമയം കുവൈറ്റ് സ്ത്രീകളിൽ ഒരു വർഷം 8,000-ൽ താഴെ മാത്രം പേരാണ് സർക്കാർ ആശുപത്രികളിൽ എത്തുന്നത്. സ്വദേശികളിൽ ഭൂരിഭാഗം പേരും ഡെലിവറി ആവശ്യങ്ങൾക്കായി സ്വകാര്യ ആശുപത്രികളെയാണ് ആശ്രയിക്കുന്നത് എന്നതിനാലാണ് ഈ അന്തരം ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.